ആ വാസിഷ്ഠത്തിൽ തന്നെ ശിഖിധ്വജോപാഖ്യാനം വായിച്ചു നോക്കുക. ചൂടാലയും ശിഖിധ്വജനും ചൂടാല ഗംഭീരമായി ബ്രഹ്മനിഷ്ഠ ഉറപ്പിച്ചു കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട്. ചൂടാലയിൽ ആകെ ഒരു മാറ്റം, വളരെ സന്തോഷപ്രദമായ മാറ്റം. രാജാവ് ചോദിച്ചു, എന്താ പ്രിയ, നീ പണ്ടത്തവളൊന്നും അല്ലല്ലോ, നിന്നിൽ ആകെ ഒരു മാറ്റം കാണുന്നല്ലോ. അപ്പൊ ചൂടാല പറഞ്ഞു, പ്രിയതമ, ഞാന് ഈ കാണുന്നതൊന്നുമല്ല കാണുന്നത്, ഇതിനപ്പുറത്ത് സാധാരണക്കാർക്ക് കാണാനില്ലാത്ത ഒരു വസ്തുവിനെ ഞാൻ കാണുന്നു. അപ്പോൾ ഇദ്ദേഹം പരിഹസിച്ച് തള്ളിക്കളഞ്ഞേ, എന്ത് വിഡ്ഢിത്തമാണ്, സാധാരണക്കാർക്ക് കാണാനില്ലാത്ത ഒരു വസ്തുവിനെ നീ ഇതിനൊക്കെ അപ്പുറത്ത് കാണുന്നോ? എന്ത് വിഡ്ഢിത്തമാണ് നീ പറയുന്നത്? എന്ത് വസ്തുവിനെയാണ് കാണുന്നത്? ആ സാരമില്ല, പണ്ടേ നീ എന്നോട് നേരം പോക്ക് പറയുമല്ലോ, അത് സാരമില്ല, പറഞ്ഞു, ഇനിയും ഇഷ്ടം പോലെ പറഞ്ഞു. ഈ കൊട്ടാരത്തിലിരുന്നൊന്നും ഈ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാനേ ഒക്കില്ല, അതുകൊണ്ട് ഞാൻ കാട്ടിപ്പോവുകയാണ് എന്ന് പറഞ്ഞ് ശിഖിധ്വജൻ കാട്ടിലേക്ക് പോവുകയാണ്. വായിച്ചു നോക്കുക. ശിഖിധ്വജോപാഖ്യാനം വാസിഷ്ഠത്തിലെ നിർവാണ പ്രകരണത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു പ്രകരണമാണ് ശിഖിധ്വജനും ചൂടാലയും. ചൂടാല കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നല്ല ഉറച്ച ബ്രഹ്മനിഷ്ഠ നേടി. ശിഖിധ്വജൻ കാട്ടിൽ ചെന്ന് വളരെ ക്ലേശിക്കുന്നു, എന്നിട്ടൊന്നും കിട്ടുന്നുമില്ല. ഒടുവിൽ ചൂടാല തന്നെ വേഷം മാറി അവിടെ ചെന്ന് അദ്ദേഹത്തെ ബ്രഹ്മനിഷ്ഠനാക്കുകയാണ് ചെയ്യുന്നത്. ആ കഥ വായിച്ചു നോക്കുക.